എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളുടെയും ലഞ്ച് പ്രിപ്പറേഷൻ്റെ സ്റ്റാർട്ടിങ് ഈ സൗണ്ടിൽ നിന്ന് തന്നെ ആവൂലേ. അപ്പോൾ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ദാസിനോളും യൂട്യൂബ് ചാനൽ. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ലഞ്ചിൻ്റെ പണി കൂടെ തീർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. ചോറ് സെറ്റായ സൗണ്ടാണ് നിങ്ങൾ ആദ്യം കേട്ടത്. പിന്നെ നല്ല അടിപൊളി മാങ്ങയിട്ട മീൻകറി കൂടെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കടയിലെ ചേച്ചി മീൻ കട്ട് ചെയ്ത് തന്നുകൊണ്ട് ആ പണി കുറഞ്ഞ് കിട്ടി കേട്ടോ. ഇത് കണ്ടോ, മുളക് പൊടി തീർന്നു. സാരല്ല, സ്റ്റോക്ക് ഇരിപ്പുണ്ട്. പൊടികളൊക്കെ ഒട്ടുമിക്കത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. എന്നിട്ട് അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വയ്ക്കും. ആവശ്യമുള്ളത് മാത്രം പുറത്ത് ഒരു ചെറിയ ടിന്നിലിട്ട് വയ്ക്കും. ചോറും കറിയും ആയാൽ തന്നെ 90% പണികളും കഴിഞ്ഞ പോലെയാണ് കേട്ടോ. പിന്നെ ഈ മീൻ പൊരിച്ചതും കൂടെ ആയാൽ സെറ്റ്. അതിൻ്റെ ഇടയിൽ ഒരു പയറുപ്പേരി കൂടെ ഞാൻ റെഡിയാക്കി വെച്ചു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതത്ര പതിവില്ലാത്ത ശീലമായതുകൊണ്ട് മറന്നുപോയി. സാരല്ല, ഇനി ശരിയാവുമായിരിക്കും അല്ലേ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വിളിച്ച് ഈവനിങ് ഒരു ഫിലിമിന് പോകാൻ ബുക്ക് ചെയ്ത കാര്യം പറഞ്ഞു. ഞാനും വിചാരിച്ചു വൈകിട്ട് 6 മണിക്കോ മറ്റോ ആയിരിക്കുന്നു. അല്ല, സാധാരണ അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ ഒരു രീതി. പിന്നെയല്ലേ അറിയുന്നത് 3:30 ഫിലിം എന്ന്. അതൊരു വല്ലാത്ത ചതിയായിപ്പോയി. പിന്നെ എൻ്റെ എല്ലാ പണികളും ശടപടേന്നായിരുന്നു. ഇതേപോലുള്ള ലീവ് ദിവസങ്ങളിലൊക്കെ എൻ്റെ കിച്ചണിലെ പണികളൊക്കെ തുടങ്ങുമ്പോൾ രാവിലെ ആണെങ്കിലും അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഉച്ചേ മുക്കാലൊക്കെ ആകും കേട്ടോ. സോ അതിനൊക്കെ മുന്നേ എൻ്റെ വിശപ്പിൻ്റെ വിളി തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നാട്ടിലായാലും ഇവിടെ ആയാലും ഈ കഞ്ഞിവെള്ളം എടുത്തു വെച്ച് ഉപ്പിട്ട് കുടിക്കുന്ന പരിപാടി എനിക്ക് സ്ഥിരമായിരിക്കും. പിന്നെ ഈ ചോറും കറികളൊക്കെ എനിക്ക് മാത്രം കേട്ടോ. ഏട്ടനൊരു കുട്ടി ഡയറ്റിലായതുകൊണ്ട് ചപ്പാത്തി കൂടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മൾ ഈ കഥകളൊക്കെ പറഞ്ഞിരുന്ന നേരം കൊണ്ടേ എൻ്റെ ലഞ്ച് റെഡിയായി. അപ്പോൾ ഈ കഥകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കൂടി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, സീ യു.